സാവിയുടെ പേരിൽ AIFF-ലേക്ക് പരിശീലകനാകാൻ അപേക്ഷ അയച്ചത് വിദ്യാർത്ഥി എന്ന വെളിപ്പെടുത്തൽ. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥി ChatGPT-യുടെ സഹായത്തോടെയാണ് മെയിൽ അയച്ചതെന്ന് വെളിപ്പെടുത്തി. തമാശയ്ക്ക് ചെയ്ത പ്രവൃത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുചീഷ് വി രവീന്ദ്രൻ ചേരുന്നുണ്ട്. എന്തായാലും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഈ വിവാദം. എന്തായാലും സാവിയുടെ പേരിൽ അയച്ച ഒരു മെയിൽ അത് ഒരു വിദ്യാർത്ഥി അയച്ചു എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം വരികയാണ്. ആ വിദ്യാർത്ഥി തന്നെയാണ് അത് വെളിപ്പെടുത്തുകയും ചെയ്തത്. താൻ ChatGPT-യുടെ സഹായത്തോടെ തയ്യാറാക്കിയ 2 മെയിലുകൾ 4, 5 തീയതികളിലായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പേരിൽ തമാശയ്ക്ക് അയച്ചു, ഒരു പ്രാങ്കിന് വേണ്ടി അയച്ചു എന്നാണ് ആ വിദ്യാർത്ഥി വെളിപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു പരിശീലകനെ, ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ ഇത്രയും ഉദാസീനമായാണ് കൈകാര്യം ചെയ്തത് എന്ന് വെളിവാക്കുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്ന അപേക്ഷകളിൽ 170 അപേക്ഷകളിൽ സാവി എന്നൊരു പേര് കാണുമ്പോൾ തന്നെ അവിടുത്തെ ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾ അത് മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തുകയാണ്. സ്പാനിഷ് ഇതിഹാസ താരം സാവി ഇതാ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മെയിലിലേക്ക് അപേക്ഷ അയച്ചിരിക്കുന്നു, അദ്ദേഹം പരിശീലകനാകാനുള്ള താല്പര്യം അറിയിച്ചിരിക്കുന്നു എന്ന തരത്തിൽ വാർത്ത പുറത്തുവിടാൻ പോലും തയ്യാറായത് ഒരു പരിശോധന പോലും ഇല്ലാതെയാണ്. എന്തായാലും ആ മെയിലിൽ CVO മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മെയിലിൽ ആ കാര്യങ്ങൾ പറഞ്ഞുള്ള ഒരു മെയിൽ മാത്രമാണ് ഉണ്ടായത്. വലിയ തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാവുകയും സാവിയോട് അടുത്ത ബന്ധമുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകർ തന്നെ അവരോട് നേരിട്ട് ചോദിക്കുകയും അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടില്ല എന്ന് അവിടെ നിന്ന് മറുപടി വരികയും ആ തരത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ആകെ നാണക്കേടുണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇത് പരിശോധിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറായത്. ആ പരിശോധനയിൽ എന്തായാലും മെയിൽ വ്യാജമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിദ്യാർത്ഥി തന്നെ പറയുകയാണ്, ഞാൻ തമാശയ്ക്ക് വേണ്ടി, ഒരു പ്രാങ്കിന് വേണ്ടി ചെയ്ത മെയിലാണ് എന്ന് അറിയിക്കുന്നു. അതേസമയം തന്നെ പെപ് ഗ്വാർഡിയോളയുടെ പേരിലും ഒരു മെയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അതാരാണ് എന്ന് വ്യക്തമാക്കി ആരെങ്കിലും പുറത്തേക്ക് ഒരു വെളിപ്പെടുത്തൽ നടത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ISL ടൂർണമെൻറ്റ് ഈ സീസണിൽ നടക്കുമോ എന്ന് അറിയാത്ത ഒരു സാഹചര്യം, I-ലീഗിൽ ആരാണ് ചാമ്പ്യന്മാർ എന്ന് ഉറപ്പിക്കാനാകാത്ത ഒരു സാഹചര്യം. അങ്ങനെ ആകെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാണക്കേടിൽ നിൽക്കുമ്പോഴാണ് പുതിയൊരു വിവാദം കൂടി ഉണ്ടാകുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ, വരും ദിവസങ്ങളിൽ തന്നെ പുതിയ പരിശീലകനെ തീരുമാനിക്കും എന്നാണ് കരുതുന്നത്.